SDPI നേതാവായിരുന്ന ഷാനെ വെട്ടിക്കൊന്ന കേസിലെ പ്രതികൾക്ക് ജാമ്യം നൽകിയ സുപ്രീം കോടതി. കേസിലെ 5 പ്രതികൾക്കാണ് പരമോന്നത കോടതി ജാമ്യം അനുവദിച്ചത്. BJP പ്രവർത്തകരായ പ്രതികൾക്ക് ജാമ്യം നൽകിയതിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് ഷാന്റെ കുടുംബം പ്രതികരിച്ചു. 2021 ഡിസംബറിലാണ് SDPI നേതാവ് KS ഷാൻ കൊല്ലപ്പെട്ടത്. കേസിൽ ഹൈക്കോടതി ജാമ്യം റദ്ദാക്കിയ BJP പ്രവർത്തകരായ 5 പ്രതികൾക്കാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത്. അഭിമന്യു, അതുൽ, സനന്ദ്, വിഷ്ണു, ധനീഷ് എന്നിവർക്കാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. സാക്ഷികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ സുപ്രീം കോടതി നൽകിയിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിൽ പ്രവേശിക്കരുത്, വിചാരണ നടപടികളുമായി സഹകരിക്കണമെന്നീ വ്യവസ്ഥകളും കോടതി നിർദ്ദേശിച്ചു. ജാമ്യം ലഭിച്ചതിനെതിരെ അപ്പീൽ നൽകുമെന്നും വിചാരണ ഉൾപ്പെടെ നീട്ടിക്കൊണ്ടുപോകുന്നത് നീതി നിഷേധമെന്നും ഷാന്റെ പിതാവ് പ്രതികരിച്ചു. എന്റെ മകന്റെ കേസുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് വിചാരണ ചെയ്ത് പ്രതികൾ ശിക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം. അന്നേരം എനിക്ക് സാധാരണക്കാരന് നീതി ലഭിക്കുന്നു, തുല്യ നീതി ലഭിക്കണം. സാധാരണക്കാരന് മറ്റൊരു രീതി, രാഷ്ട്രീയ സ്വാധീനമുള്ളവന് വേറൊരു നീതിയായിപ്പോയി കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ളവർ എന്താണ് ചെയ്യുക? ആരെയാണ് ആശ്രയിക്കുക? ഷാൻ വധക്കേസിലെ RSSകാരായ 9 പ്രതികൾക്ക് സെഷൻസ് കോടതി നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു. ഇതിൽ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കുള്ളവരുടെ ജാമ്യം ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. ഈ ഉത്തരവാണ് സുപ്രീം കോടതി റദ്ദാക്കിയത്. പ്രതികൾക്ക് ജാമ്യം നൽകുന്നതിനെ സംസ്ഥാന സർക്കാർ കോടതിയിൽ എതിർത്തിരുന്നു. ഷാൻ കൊല്ലപ്പെട്ടതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ആലപ്പുഴയിൽ BJP നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസൻ കൊല്ലപ്പെട്ടത്. കേസിലെ എല്ലാ പ്രതികൾക്കും വിചാരണ കോടതി വധശിക്ഷ വിധിച്ചിരുന്നു. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.